നിങ്ങളുടെ ബിസിനസ് ശരിക്കും ആർക്ക് വേണ്ടിയാണ്? ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ഉത്തരമറിയില്ലെങ്കിൽ നിങ്ങൾ വിലയേറിയ സമയവും പണവും ഒക്കെ വെറുതെ കളയുകയാണെന്ന് പറയാം. പക്ഷേ പേടിക്കണ്ട, കാരണം നിങ്ങളുടെ ഏറ്റവും പെർഫെക്റ്റായ കസ്റ്റമറെ കണ്ടെത്താനുള്ളൊരു വഴി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിലൊരു ഉത്തരമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പരസ്യം ചെയ്യണം, എന്ത് വിലയിടണം, എവിടെ വിൽക്കണം, ഇതിനെല്ലാത്തിനും ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഇല്ലെങ്കിലോ നിങ്ങളൊരുപക്ഷെ വെറുതെ കാശ് കളയുകയാവും. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നോക്കാം. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ മാർക്കറ്റിംഗ് അങ്ങോട്ട് ക്ലിക്കാവുന്നില്ലേ? ചിലപ്പോൾ കാരണം ഇതായിരിക്കും. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പിടിയുമില്ല. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാനുള്ള ഒരു കിടിലൻ ടൂളാണ് കസ്റ്റമർ പേഴ്സോണ. അപ്പോൾ എന്താണ് ഈ പേഴ്സോണ? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളൊരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ, ഒരു കഥാപാത്രത്തെ കണ്ടെത്താൻ പോവാണ്. എല്ലാ കസ്റ്റമേഴ്സും എന്നുള്ള ആ ഒരു ചിന്തയില്ലേ, അതങ്ങ് മാറ്റിവെക്കണം. പകരം നമ്മുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ മനസ്സിൽ കാണണം. ഈ ഒരു ഒറ്റ മാറ്റം നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വെറും ഊഹമൊന്നല്ല കേട്ടോ. ഒരു പേഴ്സോൺ ഉണ്ടാക്കുന്നത് കൃത്യമായ ഡാറ്റ വെച്ചിട്ടാണ്. ഇതൊരു കോമ്പസ് പോലെയാണെന്ന് പറയാം. നിങ്ങളുടെ ബിസിനസ് എന്ന കപ്പലിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു കോമ്പസ്. ഇനി മുതൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങൾ സ്വയം ചോദിക്കും, എന്റെ പേഴ്സോണയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ? അപ്പോൾ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആര് എന്ന ചോദ്യത്തിൽ നിന്ന്. ആരാണ് നമ്മുടെ കസ്റ്റമർ? അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡെമോഗ്രാഫിക്സ്. ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് സിമ്പിളാണ്, അളക്കാൻ പറ്റുന്ന ഫാക്ട്സ് ആണ്. പ്രായം, സ്ഥലം, ജോലി, ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഒരു പുറംചട്ട പോലെയാണ്. ഈ വിവരങ്ങൾ നമുക്ക് തുടങ്ങാൻ ഒരു അടിത്തറ തരും. ഈ കാണുന്ന ഓരോ പോയിന്റും നമ്മുടെ കസ്റ്റമറുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി വ്യക്തമായ സൂചന തരും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു സിറ്റിയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങളാവുമോ ഒരു ഗ്രാമത്തിലുള്ള വിദ്യാർത്ഥിക്ക്? ഒരിക്കലുമല്ല. ഈ അടിസ്ഥാന വിവരങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആര് എന്നുള്ളതിന് ഒരു ഏകദേശ രൂപം കിട്ടി. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് അവർ നമ്മൾ വിൽക്കുന്നത്, വാങ്ങുന്നത്? നമുക്ക് അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കാം. ഡെമോഗ്രാഫിക്സ് നമ്മുടെ പെർസോണയുടെ ഒരു അസ്ഥികൂടം പോലെയാണെങ്കിൽ സൈക്കോഗ്രാഫിക്സ് ആണ് അതിന് ജീവനും നിറവും കൊടുക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ, മൂല്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ ചേരുമ്പോഴാണ് അവരൊരു യഥാർത്ഥ വ്യക്തിയാവുന്നത്. അവർക്ക് ഫ്രീ ടൈമിലെ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അവർ പരിസ്ഥിതിയെപ്പറ്റി ചിന്തിക്കുന്നവരാണോ? പുതിയ ടെക്നോളജിയൊക്കെ പെട്ടെന്ന് ഉപയോഗിച്ചു നോക്കുന്ന ടൈപ്പാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ അവരുടെ വാങ്ങൽ ശീലങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും ചിന്തകളുമൊക്കെ മനസ്സിലാക്കി. ഇനി അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് അവരുടെ പെരുമാറ്റം രീതികൾ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന കാര്യം. അവർ വില നോക്കിയാണോ സാധനം എടുക്കുന്നത്, അതോ ക്വാളിറ്റിയാണോ പ്രധാനം? ഓൺലൈനിൽ റിവ്യൂ ഒക്കെ വായിച്ചിട്ടാണോ അവർ തീരുമാനമെടുക്കുന്നത്? ഈ വിവരങ്ങളൊക്കെ അറിയാമെങ്കിലേ അവരോട് സംസാരിക്കേണ്ട രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് മെസ്സേജുകൾ ഉണ്ടാക്കാൻ പറ്റൂ. ഒരാൾ എന്തിനാണൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത്? സാധാരണയായി 2 കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടണം. ഈ 2 കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് അവരുടെ മോട്ടിവേഷൻ. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കസ്റ്റമർ ഒരു വിടവിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ്. ആ ഭാഗത്തുള്ളത് അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ വേദനകൾ. മറുവശത്ത് അവർക്ക് എത്തേണ്ട സ്ഥലവും അവരുടെ ലക്ഷ്യങ്ങളും. നിങ്ങളുടെ ഉൽപ്പന്നം എന്തായിരിക്കണം? ആ വിടവിന് കുറുകെയുള്ള ഒരു പാലം. ശരി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ചേരുവകളുമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പേഴ്സോണയ്ക്ക് ജീവൻ കൊടുക്കാൻ പോവുകയാണ്. വെവ്വേറെ കിടക്കുന്ന ഈ വിവരങ്ങൾ എങ്ങനെ ഒരുമിച്ച് ചേർന്ന് ശക്തമായൊരു ടൂളായി മാറുന്നു എന്ന് നോക്കൂ. ഈ ഒരു ശബ്ദം, ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇത് വെറുമൊരു ഉദ്ധരണിയല്ല. ഇത് നമ്മൾ ഇതുവരെ ശേഖരിച്ച ഡേറ്റ സംസാരിക്കുന്നതാണ്. അക്കങ്ങൾക്കും വിവരങ്ങൾക്കും അപ്പുറം ഒരു യഥാർത്ഥ മനുഷ്യന്റെ ആവശ്യമാണിത്. അപ്പോ ആരാണ് ഈ വ്യക്തി? പരിചയപ്പെട്ടോളൂ. ഇതാണ് ക്രിയേറ്റീവ് കാർല. കണ്ടില്ലേ, നമ്മൾ സംസാരിച്ച എല്ലാ ഘടകങ്ങളും ഇവിടെ ഒരുമിച്ച് വരുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലിയറാണ് കാർല ആരാണെന്നും അവരുടെ പ്രശ്നം എന്താണെന്നും നമ്മുടെ ഉൽപ്പന്നം അവരെ എങ്ങനെ സഹായിക്കുമെന്നും. ഇനി മാർക്കറ്റിംഗ് ടീമിന് കാർലയെ ലക്ഷ്യം വെച്ച് കൃത്യമായ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം പോയിന്റ്? ഒരു കസ്റ്റമർ പേഴ്സോണെ ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ എല്ലാവർക്കുമായി എന്നതിൽ നിന്ന് മാറി കൃത്യമായി ഒരാൾക്കായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അതോടെ നമ്മുടെ ഊഹങ്ങളെല്ലാം മാറി പകരം കൃത്യമായ സ്ട്രാറ്റജി വരുന്നു.
ഇപ്പോൾ ഈ ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ആരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങളുടെ ബിസിനസ്സിന്റെ ക്രിയേറ്റീവ് കാർല ആരാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത വലിയ ചുവടുവെപ്പായിരിക്കും.